when to ask for referral. When to ask for referral. എപ്പോഴാണ് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് റെഫറൽ ചോദിക്കേണ്ടത്? ആ ടൈമിങ് വെൻ. 5 ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. 5 ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആസ്കിങ് ഫോർ റെഫറൽ. 1, പോയിന്റ് ഓഫ് പർച്ചേസ്. അവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു, അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയും, ഞാൻ എത്ര നാളായിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അന്വേഷിച്ച് നടക്കുക, ഈ പ്രശ്നം നിങ്ങൾ എവിടെ ആയിരുന്നു നിങ്ങൾ? അങ്ങനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ കണ്ടെത്തിയ, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ആ സംഭവം കണ്ടപ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാം, എന്ത്? സർ, ഇതുപോലെ ഒരുപാട് പേര് സാറിൻ്റെ പരിചയത്തിൽ ഇതറിയാത്തവരുണ്ടാവും, ആരെങ്കിലും ഉണ്ടോ സാർ ഒന്ന് റെഫർ ചെയ്യാനായിട്ട്? അത് പിന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കൾക്ക് അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, സാർ ഒന്ന് വിളിക്കാവോ, അല്ലെങ്കിൽ നമ്പർ ഒന്ന് തരുമോ? പോയിന്റ് ഓഫ് പർച്ചേസ്. അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ, അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ദാറ്റ് ദേ ആർ എക്സൈറ്റഡ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ടൈം ടു ആസ്ക് ഫോർ റെഫറൽ. ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡ്യൂറിങ് പർച്ചേസ് ആ പീക്ക് സാറ്റിസ്ഫാക്ഷൻ സ്റ്റേറ്റിലേക്ക് അവരെത്തി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആസ്ക് ഫോർ റെഫറൽ. നമ്പർ 2, ചിലർക്ക് ഇത് അന്നേരം തന്നെ ചോദിക്കാൻ ഒരു മടിയുണ്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആഫ്റ്റർ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, ഒരു 2, 3, 4 ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ, സാറേ ഇപ്പോൾ സാറിന് ബോധ്യപ്പെട്ടല്ലോ, അതുകൊണ്ടാണല്ലോ സാർ വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ? സിമിലറായിട്ട് റിക്വയർമെൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റെഫർ ചെയ്യണം കേട്ടോ. അപ്പം 1, ആ പീക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിൽക്കുമ്പോൾ. 2, ആ സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ 2, 3 തവണ വന്ന് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ദേ ആർ ദാറ്റ് മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് അവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഉറപ്പായിട്ടും ആ സമയം നമുക്ക് ചോദിക്കാം. അടുത്തതാണ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ സർവീസ്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സർവീസ്, അവർക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ആ കംപ്ലൈൻറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് അവരെ തിരിച്ച് വിളിച്ചിട്ട് ചോദിക്കാം, മാഡം എങ്ങനെയുണ്ട്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ക്ലിയർ ആയല്ലോ, നമ്മുടെ സർവീസ് പ്രോംപ്റ്റ് ആയിരുന്നല്ലോ, വെരി ഗുഡ്, വളരെ സന്തോഷം കേട്ടോ, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതില്ലായിരുന്നു, എന്തായാലും നിങ്ങളത് പെട്ടെന്ന് അത് ചെയ്തു തന്നതിൽ വളരെ ഉപകാരമുണ്ട് മാം, താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസ് ഞങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. അപ്പോൾ മാഡത്തിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ മാഡം? ക്യാൻ യു റെഫർ സംവൺ? എപ്പോഴാണ്? നമ്മളൊരു സർവീസ് കൊടുത്തതിന് ശേഷം ഉള്ള കുറച്ച് ദിവസം. 4-മത്തതാണ് വെയിറ്റ് ഫോർ എ കോംപ്ലിമെൻറ്റ്. കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ടോ അല്ലെ നമ്മളോട് സംസാരിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ കടയിൽ വന്ന് നിൽക്കുമ്പോഴോ പറയാണ്, നിങ്ങൾ പൊളിയാട്ടോ, അടിപൊളി പ്രൊഡക്റ്റ്, എന്തായാലും ഒരു രക്ഷയില്ല, ഭയങ്കര ഉപകാരമായിരുന്നു, നല്ല ഡിസിഷനാണ് ഞാൻ എടുത്തത് എന്ന് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതും ഒരു പീക്ക് സാറ്റിസ്ഫാക്ഷൻ സ്റ്റേറ്റിലാണ് കസ്റ്റമർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഡിസിഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ കിങ്സ് ക്ലബിലൊക്കെ ചിലരിടുന്നത്, കമൻറ്റ് ചെയ്യാറില്ലേ, എന്ത്, ഞാനെടുത്ത ഏറ്റവും മികച്ച ബിസിനസ് ഡിസിഷനാണ് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ, സാറ് പഠിപ്പിച്ച ഇന്ന കാര്യം നടപ്പാക്കിയപ്പോൾ എനിക്ക് ഇന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി. നിങ്ങൾക്ക് കിങ്സ് ക്ലബിൻ്റെ ഗ്രൂപ്പ് നോക്കിയാൽ മതി. ആ സാറ്റിസ്ഫൈഡ് പീക്ക് ലെവലിൽ നിൽക്കുന്നവരാണ് അതിൻ്റെ അകത്ത് മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അത് ഓപ്പണായിട്ട് പറയുന്നത്. 5, നമുക്ക് റെഫറൽസ് ചോദിക്കാൻ പറ്റുന്ന അടുത്ത 5-മത്തെ സിറ്റുവേഷൻ. ചില സമയത്ത് നമ്മളുടെ അടുത്ത് കസ്റ്റമർ വിളിച്ചിട്ട് പറയും, പിന്നെ ഞാൻ ഒരാൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടേ, അവർ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അതാണ്ട് നിങ്ങൾക്കൊരു നമ്പർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അവരെ ഒന്ന് വിളിക്കണം, അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അവരെപ്പോഴാണ് അത് പറയുന്നത്?
അവർ സാറ്റിസ്ഫൈഡ് ആവും. സോ വെൻ ദേ ഗിവ് യു എ റെഫറൻസ്, അവർ ഓൾറെഡി ഒരു റെഫറൻസ് തരുന്ന സമയം ഇസ് എ ബെസ്റ്റ് ടൈം ടു ആസ്ക് ഫോർ മോർ റെഫറൽ. കൂടുതൽ ചോദിക്കാനുള്ള ബെസ്റ്റ് ടൈമാണത്. ഒരു കാര്യം എഴുതി വെച്ചു, ഫസ്റ്റ് റെഫറൻസ് ഈസ് ദ ഹാർഡസ്റ്റ് വൺ. ആദ്യത്തെ റെഫറൻസ് മേടിക്കാനാണ് പാട്. അതിനുശേഷം നിങ്ങളൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്തത് എങ്കിൽ റെഫറൽസ് ആർ ദ ഈസിയസ്റ്റ് സെയിൽസ് മെത്തേഡ്.